ഈശോയിൽ സ്നേഹമുള്ളവരെ, പുതുപ്പാടി വിൻസെൻഷൻ ജൂബിലി ധ്യാന കേന്ദ്രത്തിൽ നിന്നും ഏവർക്കും പ്രാർത്ഥനാശംസകൾ. ജൂബിലാത്തെ വചന വിരുന്നിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്നേഹമുള്ളവരെ, 2024 പുതുവർഷത്തിലൂടെ, പുതിയ മാസത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ടും ഈ പുതിയ വർഷം ഒരു പുതിയ ദൈവാനുഭവത്തോടെ, പുതിയ കൃപകളോടുകൂടെ ഈ പുതിയ വർഷത്തിൽ മുന്നേറുന്നതിനും നമുക്ക് നല്ലവനായ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് തരുന്ന വചനങ്ങൾ ധ്യാനിച്ചുകൊണ്ട് വചന ശുശ്രൂഷയിലൂടെയും തുടർന്നുള്ള ആരാധനയിലൂടെയും ഇന്നത്തെ ദിവസവും തുടർന്നു വരുന്ന ദിവസങ്ങളും കൂടുതൽ അനുഗ്രഹപ്രദമാക്കാം. സങ്കീർത്തനം 63 1 തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: എൻ്റെ ആത്മാവ് അങ്ങേയ്ക്കായി ദാഹിക്കുന്നു, വരണ്ടുണങ്ങിയ ഭൂമി എന്നതുപോലെ. അപ്പോൾ മനുഷ്യൻ്റെ ആത്മാവിൻ്റെ വലിയൊരു ദാഹത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് നിറയുന്നതിനും ദൈവാനുഭവം ലഭിക്കുന്നതിനും വേണ്ടിയുള്ള മനുഷ്യൻ്റെ ആത്മാവിൻ്റെ വലിയ ദാഹത്തെക്കുറിച്ച് സങ്കീർത്തകൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. സ്നേഹമുള്ളവരെ, മനുഷ്യൻ്റെ ആത്മാവിന് എക്കാലത്തും എന്നും ദൈവത്തിന് വേണ്ടിയുള്ള ഈ ദാഹമുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് നിറയാനും ദൈവാനുഭവം കൊണ്ട് ജ്വലിക്കാനും ഈ ലോകത്തിൽ, ഈ ഭൂമിയിൽ എന്തൊക്കെ സന്തോഷങ്ങൾ അനുഭവിച്ചാലും, എന്തൊക്കെ സന്തോഷങ്ങളുടെ ഇടയിൽ ജീവിച്ചാലും, മനുഷ്യൻ്റെ ആത്മാവിന് മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെ സ്നേഹം കൊണ്ട് നിറയാനും ആ സൃഷ്ടാവിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകാനുമുള്ള വലിയ ഒരു ദോഹമുണ്ട്. അത് ഈ ലോകത്തിലെ ഒരു സന്തോഷത്തിനും, ഈ ലോകത്തിലെ ഒരു നേട്ടത്തിനും, ഈ ലോകത്തിലെ ലൗകികമായ ഏത് അനുഗ്രഹങ്ങൾക്കും ആ ദാഹത്തെ ശമിപ്പിക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് സങ്കീർത്തകൻ പറഞ്ഞു വച്ചിരിക്കുന്നത്: എൻ്റെ ആത്മാവ് അങ്ങേയ്ക്കായി ദാഹിക്കുന്നു, വരണ്ടുണങ്ങിയ ഭൂമി എന്നതുപോലെ. അപ്പോൾ കർത്താവിൻ്റെ വചനത്തിൽ എപ്രകാരമാണ് ഈ ദാഹം, എത്ര ശക്തമാണ് ഈ ദാഹം എന്ന് സങ്കീർത്തകൻ പറഞ്ഞു വയ്ക്കുന്നത് എത്ര മനോഹരമാണ്. വരണ്ട് ഉണങ്ങിയ ഭൂമി എന്നതുപോലെ. നമുക്കറിയാം, ഭൂമി എപ്പോഴാണ് വരണ്ടുണങ്ങുന്നത്? ഭൂമി വരണ്ടുണങ്ങുന്നത് ആ ഭൂമിയിലുള്ള ജലാംശം മുഴുവനും തീർന്നു പോകുമ്പോഴാണ് അത് വരണ്ടുണങ്ങുന്നത്. പിന്നെ മഴ ലഭിക്കാതിരിക്കുമ്പോഴാണ് അത് കൂടുതൽ വരണ്ടുണങ്ങുന്നത്. അപ്പോൾ വരണ്ടുണങ്ങുന്ന ഭൂമിക്ക് ജലം ലഭിക്കുമ്പോൾ ആ ഭൂമിയിൽ വലിയ മാറ്റം വരും. ആ വരണ്ടുണങ്ങിയ ഇടങ്ങൾ, വരണ്ടുണങ്ങി പല കഷ്ണങ്ങളായൊക്കെ തിരിഞ്ഞു കിടക്കുന്ന ആ ഭൂമിയിൽ, വലിയ വിണ്ടുകീറി കിടക്കുന്ന ഭൂമിയിൽ ജലം വന്നു കഴിയുമ്പോൾ ആ ഭൂമി വീണ്ടും ഒന്നാകുന്നു. ആ വിണ്ടുകീറിയ ഇടങ്ങളൊക്കെ മാറുന്നു. അങ്ങനെ ഒരു പുതിയ സാഹചര്യത്തിലേക്ക്, ഒരു പുതിയ ഉണർവിലേക്ക് ഭൂമി കടന്നു വരുന്നു. അപ്പോൾ സങ്കീർത്തകൻ ഇവിടെ പറയുകയാണ്, ഈ സങ്കീർത്തകൻ ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്നത്, ദൈവാനുഭവത്തിന് വേണ്ടി ദാഹിക്കുന്നത്, വരണ്ടുണങ്ങിയ ഭൂമി എന്തുമാത്രം ജലത്തിന് വേണ്ടി ദാഹിക്കുന്നുണ്ടോ അത്രമാത്രം അതിനേക്കാൾ ശക്തമായിട്ട് ദൈവാനുഭവത്തിന് വേണ്ടി, ദൈവകൃപയ്ക്ക് വേണ്ടി, ദൈവസ്നേഹത്തിന് വേണ്ടി എൻ്റെ ആത്മാവ് ദാഹിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയാണ്. സങ്കീർത്തനം 42 1 തിരുവചനത്തിലും നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്: കർത്താവിന് വേണ്ടി തേടുന്ന, കർത്താവിൻ്റെ സ്നേഹത്തിന് വേണ്ടി അന്വേഷിക്കുന്ന ഭക്തനെക്കുറിച്ച് പറയുകയാണ്: നീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ എൻ്റെ ഹൃദയം അങ്ങയെ തേടുന്നു. സ്നേഹമുള്ളവരെ, ഈ നീർച്ചാൽ തേടുന്ന മാൻപേടയുടെയും അവസ്ഥ ഇത് തന്നെയാണ്. ഒരുപക്ഷെ പകൽ സമയങ്ങളിലൊക്കെ ഈ മാൻപേടയെ ആക്രമിക്കാനും വേട്ടയാടാനും വരുന്ന വന്യമൃഗങ്ങളിൽ നിന്നും അല്ലെങ്കിൽ വേട്ടക്കാരിൽ നിന്നൊക്കെ രക്ഷ നേടുവാൻ എവിടെയെങ്കിലുമൊക്കെ ഒളിച്ച് ഇരിക്കുന്ന ഈ മാൻപേട രാത്രിയാകുമ്പോൾ അതിനിങ്ങനെ ദാഹം കൊണ്ട്, അതിൻ്റെ തൊണ്ടയൊക്കെ വരണ്ട് ദാഹം കൊണ്ട് നിറയുമ്പോൾ, ചുറ്റും അപകടമൊന്നുമില്ല, തന്നെ അപകടപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവരൊക്കെ മാറിപ്പോയി എന്ന് മനസ്സിലാക്കുമ്പോൾ ഈ മാൻപേട രാത്രിയിൽ ഇങ്ങനെ ജലം തേടി ഇറങ്ങുന്നു.
അതിന് സുരക്ഷിതമാണെന്ന് തോന്നുന്ന സമയത്ത് അത് ജലം തേടി ഇങ്ങനെ അലയുകയാണ്. അപ്പോൾ അതിൻ്റെ അലച്ചിൽ വളരെ വലിയൊരു ആഗ്രഹത്തോടു കൂടിയുള്ള അലച്ചിലാണ്. അത് ആ ദാഹം തീർക്കുന്നത് വരെ അതിങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ സങ്കീർത്തകൻ പറയുകയാണ്, അതുപോലെ അത്രയും ആഴമുള്ളതാണ്, തീവ്രമാണ്, ശക്തമാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിനെ കൊണ്ട് നിറയുവാനും ദൈവാനുഭവം കൊണ്ട് നിറയാനുള്ള തൻ്റെ ആഗ്രഹം. അപ്പോൾ ഈ ലോകത്തിലെ എന്തൊക്കെ നമ്മൾ നേടിയാലും, എന്തൊക്കെ നമ്മൾ ആസ്വദിച്ചാലും, എന്തൊക്കെ അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോയാലും ഈ ദാഹം മനുഷ്യരിലുണ്ടാകും. അതാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. 1945 അമേരിക്കയുടെ വലിയ ഒരു കപ്പൽ ജപ്പാൻകാരുടെ ഒരു അന്തർവാഹിനിയുടെ ആക്രമണത്തിൽ തകർന്നു പോവുകയും വെള്ളത്തിലേക്ക് ആഴ്ന്നു പോവുകയും ചെയ്തു. ഇന്ത്യാന പോളിസ് എന്ന് വിളിക്കുന്ന ആ വലിയ കപ്പലിൽ 1196 പേർ യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ജപ്പാൻകാരുടെ ഈ അന്തർവാഹിനിയുടെ ആക്രമണത്തിൽപ്പെട്ട് ഈ കപ്പൽ തകർന്ന് അതങ്ങനെ വെള്ളത്തിനടിയിലേക്ക് പോയി. ഒരുപക്ഷെ ഈ കപ്പലിലുണ്ടായ ജപ്പാന്റെ ആക്രമണവും പിന്നീട് അനേകം പേർ അതിലൂടെ മരിച്ചു പോയതൊക്കെയാണ് പിന്നീട് ജപ്പാനിൽ അണുബോംബ് വർഷിക്കുന്നതിലേക്കൊക്കെ നയിച്ചത് എന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. സ്നേഹമുള്ളവരെ, അപ്പോൾ ഇങ്ങനെ ഈ വലിയ കപ്പൽ അത് അതിൻ്റെ പരിക്ക് അതിന് തകർന്നു കഴിഞ്ഞതിന് ശേഷം അത് ഈ വെള്ളത്തിലേക്ക് പോയപ്പോൾ, ആഴങ്ങളിലേക്ക് പോയപ്പോൾ 1196 യാത്രക്കാരും അങ്ങനെ ജോലിക്കാരൊക്കെ ഉണ്ടായിരുന്ന ആ കപ്പൽ അതിൻ്റെ ആഴങ്ങളിലേക്ക് പോയി അതിൽ നിന്ന് രക്ഷപ്പെട്ടത് ഏതാനും ചിലർ മാത്രമാണ്. 300 പേർ, 316 പേർ മാത്രമാണ് ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർക്ക് അവർക്ക് ഈ ലൈഫ് ജാക്കറ്റ് ഉണ്ടായിരുന്നവർ, ആ ലൈഫ് ജാക്കറ്റ് ധരിച്ച് ഇരുന്നവർ അവരിങ്ങനെ കടലിൽ ഏതാനും ദിവസങ്ങൾ ഇങ്ങനെ ഒഴുകി നടന്നു. അപ്പോൾ ഇവർ ഈ കപ്പൽ അപകടത്തിൽപ്പെട്ടതും ഇങ്ങനെയൊക്കെ ഉണ്ടായ കാര്യങ്ങൾ ആ 1945 മറ്റുള്ളവരെ വേണ്ട വിധത്തിൽ അറിയിക്കാൻ പോലും ഈ കപ്പൽ തകർന്നപ്പോൾ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് സഹായങ്ങളൊക്കെ കിട്ടിയത് ഒത്തിരി വൈകിയാണ്. നമ്മളിങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെട്ട അനേകം പേർ, ഈ 300 പേർ വരുന്നതിൽ തന്നെ അവർ ഈ ഏതാനും ദിവസങ്ങൾ ഈ കടൽ വെള്ളത്തിന് മുകളിൽ ഈ ലൈഫ് ജാക്കറ്റും ധരിച്ച് ഇങ്ങനെ കിടന്ന് ഇങ്ങനെ യാത്ര വെള്ളത്തിലൂടെ ഇങ്ങനെ ഒഴുകി നടക്കുക. അത് വളരെ ഭീകരമായ ഒരു അവസ്ഥയായിരുന്നു. കാരണം കടലിന് മുകളിലൂടെ, കടൽ വെള്ളത്തിന് മുകളിലൂടെ ഈ ലൈഫ് ജാക്കറ്റ് മാത്രമുണ്ട്, അങ്ങനെ ഒഴുകി നടക്കുന്നു. അതോടൊപ്പം പകൽ സമയങ്ങളിൽ സൂര്യതാപമേറ്റ് ഒന്നുകൂടെ ശരീരത്തിലെ വെള്ളം വറ്റുന്നു. അതേസമയം ചുറ്റും കടൽ വെള്ളമായതുകൊണ്ട് ഒന്നും കുടിക്കാൻ സാധിക്കുന്നില്ല. ഒരു ഭീകരമായ അവസ്ഥയായിരുന്നു. അപ്പം അതിൽ നിന്ന്, അങ്ങനെ ഉണ്ടായ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു വ്യക്തിയാണ് എഡ്ഗൽ ഹാരൽ എന്ന് പറയുന്ന ഒരു വ്യക്തി. അദ്ദേഹം തൻ്റെ ആ ജീവിതത്തിലെ ആ കടന്നുപോയ ദുരനുഭവത്തിൻ്റെ ആ തീവ്രതയെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൻ പിന്നീട് ഈ പിതാവിനുണ്ടായ അനുഭവങ്ങളെക്കുറിച്ചൊക്കെ കേട്ട് ഒരു പുസ്തകം എഴുതിയുണ്ടായി. ഔട്ട് ഓഫ് ദ ഡെപ്ത്സ്, അഗാധങ്ങളിൽ നിന്ന് എന്ന് പറയുന്ന ആ പുസ്തകത്തിൽ ഇദ്ദേഹത്തിൻ്റെ ആ വലിയ ഭീകരമായ അവസ്ഥ കടന്നുപോയത് വിവരിക്കുന്നുണ്ട്. അതിൽ പറയുകയാണ്, ചുറ്റും വെള്ളമുണ്ട്, കടലിൽ ഉപ്പുവെള്ളമുണ്ട്. ആ ഉപ്പുവെള്ളത്തിലാണ് ഈ 5 ദിവസത്തോളം ഈ മനുഷ്യൻ ആ ഉപ്പുവെള്ളത്തിൻ്റെ മുകളിലാണ് കിടക്കുന്നത്. അതിലൂടെ ഇങ്ങനെ ഒഴുകി നടക്കുന്നു, രാത്രിയും പകലും. അങ്ങനെ പോകുമ്പോൾ ഓരോ ദിവസം കഴിയുന്നതനുസരിച്ചും അദ്ദേഹത്തിൻ്റെ തൊണ്ട വരണ്ടുണങ്ങുന്നു, ശരീരത്തിൽ മുഴുവനും വെള്ളമില്ലാതായി വരുന്നു. വെള്ളം കിട്ടാത്തതിൻ്റെ ദാഹം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലും ശരീരത്തിലും തൊണ്ടയിലും ഒക്കെ എന്തുമാത്രം അനുഭവപ്പെടുമെന്ന് അതിൻ്റെ തീവ്രതയുടെ അങ്ങേയറ്റം അനുഭവിച്ച് മരണത്തെ മുമ്പിൽ കിടക്കുന്ന ആ അവസ്ഥ അദ്ദേഹം വിവരിക്കുന്നുണ്ട്. അപ്പോൾ ചുറ്റും വെള്ളത്തിന് മുകളിലാണ് കിടക്കുന്നത്. വെള്ളത്തിന് മുകളിൽ കിടക്കുമ്പോഴും ഒരു തുള്ളി വെള്ളം കുടിക്കാൻ കിട്ടാതെ ദാഹിച്ചു വരളുന്നൊരവസ്ഥയിലൂടെ ഈ മനുഷ്യൻ കടന്നു പോകുന്നതിനെക്കുറിച്ച്, ഈ എഡ്ഗൽ ഹാരൽ കടന്നു പോകുന്നതിനെക്കുറിച്ച് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. സ്നേഹമുള്ളവരെ, അതേക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ അത് വളരെ ഭീകരമാണ്. ചുറ്റും വെള്ളമുണ്ട്, വെള്ളത്തിന് മുകളിലാണ് കിടക്കുന്നത്, പക്ഷെ ഒരു തുള്ളി വെള്ളം കുടിക്കാനില്ല. ആ ഒരു അവസ്ഥയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു പക്ഷേ ചിലപ്പോഴൊക്കെ
ഈ ലോകത്തിലെ മനുഷ്യൻ്റെ അവസ്ഥയും അങ്ങനെ തന്നെയാണ്. ഈ ലോകത്തിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ, സന്തോഷിക്കുവാനുള്ള കാര്യങ്ങളുണ്ട്, ഒത്തിരിയേറെ സന്തോഷിക്കാനുള്ള കാഴ്ചകളുണ്ട്, സുഖത്തിന് കിട്ടാനുള്ള അനുഭവങ്ങളുണ്ട്, ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലൂടെയൊക്കെ മനുഷ്യൻ കടന്നു പോകുന്നുണ്ട്. എങ്കിലും ദൈവത്തിന് വേണ്ടിയുള്ളൊരു ദാഹം, ദൈവസ്നേഹത്തിന് വേണ്ടിയുള്ളൊരു ദാഹം, ദൈവാനുഭവത്തിന് വേണ്ടിയുള്ള ദാഹം എല്ലാ മനുഷ്യരുടെയും ഉള്ളിലുണ്ട്. അതെ, കടൽ വെള്ളത്തിൽ ഒഴുകി നടക്കുമ്പോഴും ഒരു തുള്ളി വെള്ളം കിട്ടാതെ വരണ്ടുണങ്ങിപ്പോയ ആ തൊണ്ടയും ശരീരവും ഉള്ളതുപോലെ ഈ ഭൂമിയിലെ, ഈ ലോകത്തിലെ സന്തോഷങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും സന്തോഷം അനുഭവിക്കുമ്പോഴും എല്ലാം കർത്താവെ, ഇതൊന്നും തിരിച്ചറിയാതെ കടന്നു പോകുന്നൊരവസ്ഥ ഇന്നത്തെ ലോകത്തിലുണ്ട്. അതുകൊണ്ടാണ് സങ്കീർത്തകൻ എഴുതിയിരിക്കുന്നത്, എൻ്റെ ആത്മാവ് അങ്ങേക്ക് വേണ്ടി ദാഹിക്കുന്നു, അത് വരണ്ടുണങ്ങിയ ഭൂമി പോലെയുള്ള, ഭൂമിയുടെ ദാഹം പോലെയുള്ള ഒരു ദാഹമാണ് എന്ന് സങ്കീർത്തൻ പറയുന്നത്. സമരിയക്കാരി സ്ത്രീ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 13-ാം തിരുവചനത്തിൽ യേശുവിനോട് പറയുന്നുണ്ട്, ഈശോ പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്ന ഏവനും ദാഹിക്കും, എന്നാൽ ഞാൻ തരുന്ന ജലം കുടിക്കുന്നവന് ദാഹിക്കുകയില്ല. ഈ വെള്ളം കുടിക്കുന്ന ഏവനും വീണ്ടും ദാഹിക്കും, എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. ഞാൻ നൽകുന്ന ജലം അവനിൽ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകും. സ്നേഹമുള്ളവരെ, ഈ ലോകത്തിൽ നമുക്ക് സന്തോഷം വേണം, ഈ ലോകത്തിൽ നമുക്ക് അങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ ആവശ്യമുണ്ട്. പക്ഷെ അതിനൊന്നും ഒരു നിത്യമായ ആനന്ദം, സന്തോഷം, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ദാഹം തീർക്കാൻ സാധിക്കുകയില്ല എന്നുള്ള വലിയ സത്യം തിരിച്ചറിഞ്ഞ് ദൈവത്തിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോകാം. നമുക്ക് ചുറ്റും വെള്ളമുള്ളപ്പോഴും ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പറ്റാത്തതിൻ്റെ അവസ്ഥയിൽ കഴിഞ്ഞ ആ മനുഷ്യനെ പോലെ നമ്മുടെ ജീവിതത്തിലും പല നല്ല അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും നമ്മുടെ ഉള്ളിൽ അനുഭവപ്പെടുന്ന ആ ദാഹം നിറയാൻ ദൈവത്തിലേക്ക് തന്നെ നമ്മൾ തിരിയണം. നമുക്ക് ഈ 2024 ദൈവത്തിലേക്ക് കൂടുതൽ തീഷ്ണതയോടെ തിരിയാം. ദൈവം തരുന്ന ജീവജലം കൊണ്ട് നമ്മുടെ ദാഹം ശമിപ്പിക്കാം, പുതിയ സൃഷ്ടികളായി മാറാം. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. തുടർന്ന് വരുന്ന ആരാധനയിൽ കർത്താവിൻ്റെ സ്നേഹം കൊണ്ടും ദൈവാനുഭവം കൊണ്ടും നിറയാൻ പ്രത്യേകം പ്രാർത്ഥിച്ചൊരുങ്ങാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ദിവ്യകാരുണ്യമേ ആരാധ്യനേ, കരുണാർദ്ര സ്നേഹമേ ആശ്വാസമേ, താതനും പുത്രനും പാവനാത്മാവിനും എന്നെന്നും ആരാധന. ഓ, എന്നെന്നും ആരാധന. ദിവ്യകാരുണ്യമേ ആരാധ്യനേ, കരുണാർദ്ര സ്നേഹമേ ആശ്വാസമേ, താതനും പുത്രനും പാവനാത്മാവിനും എന്നെന്നും ആരാധന. ഓ, എന്നെന്നും ആരാധന. ആരാധന, ആരാധന, യേശുവേ ആരാധന. ആരാധന, ആരാധന, യേശുവേ ആരാധന. ആരാധന, ആരാധന, യേശുവേ ആരാധന. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന്
എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ അപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ ജീവിതങ്ങളിലേക്കും കുടുംബത്തിലേക്കും കടന്നു വരുന്ന പരിശുദ്ധമായ നിമിഷങ്ങൾ. ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും ദിവ്യകാരുണ്യ ഈശോയുടെ കരങ്ങളിൽ നമുക്ക് ഏൽപ്പിക്കാം. 2024 ഈ പുതിയ വർഷത്തിൽ പുതിയ മാസത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹവും പരിശുദ്ധാത്മാവിൻ്റെ നിറവും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിലും നമ്മുടെ കുടുംബങ്ങളിലുള്ള എല്ലാവരുടെയും ജീവിതങ്ങളിലും വന്ന് നിറയുവാൻ നമുക്ക് ദിവ്യകാരുണ്യ ഈശോയോട് പ്രാർത്ഥിക്കാം. എല്ലാ രോഗികളെയും സൗഖ്യത്തിന് വേണ്ടി കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. ഈ വർഷത്തെ നമ്മുടെ എല്ലാ ഉദ്യമങ്ങളും കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. ഈശോ തിരുവചനങ്ങളിലൂടെ നമ്മോട് സംസാരിച്ചു. ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്ന ആത്മാവിനെ കുറിച്ച്, എൻ്റെ ആത്മാവ് അങ്ങേക്ക് ദാഹിക്കുന്നു, വരണ്ടുണങ്ങിയ ഭൂമി എന്നതുപോലെ. അതേ, വരണ്ടുണങ്ങിയ ഭൂമി എന്തുമാത്രം ജലത്തിനു വേണ്ടി ആഗ്രഹിക്കുന്നു, ദാഹിക്കുന്നു. അതേപോലെ നീർച്ചാൽ തേടുന്ന മാൻപേട എന്തുമാത്രം ദാഹത്തോടെ ആഗ്രഹിക്കുന്നു. അതുപോലെ ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് നിറയാനും ദൈവാനുഭവം കൊണ്ട് നിറയാനും മനുഷ്യൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നു. ഈ ലോകത്തിൽ എത്ര സന്തോഷങ്ങളിലൂടെയും എത്ര സന്തോഷം നിറഞ്ഞ അനുഭവങ്ങളിലൂടെയും കടന്നു പോയാലും മനുഷ്യ മനസ്സിൽ എന്തോ ഒരു ശൂന്യത അനുഭവപ്പെടുന്നു. അതേ സ്നേഹമുള്ളവരെ, അത് ദൈവത്തെ കൊണ്ട് മാത്രം നികത്താനാകുന്ന ഒരു ശൂന്യതയാണ്. ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ടും ദൈവാനുഭവം കൊണ്ടും പലപ്പോഴും കടലിൽ ഒഴുകി നടന്ന മനുഷ്യനെക്കുറിച്ച് നമ്മൾ കേട്ടു. ചുറ്റും വെള്ളമുള്ളപ്പോഴും ഒരു തുള്ളി വെള്ളത്തിനായി ദാഹിച്ച ഒരു മനുഷ്യൻ. അത് ഈ ലോകത്തിലെ എല്ലാ സന്തോഷങ്ങളിലും ഈ ലോകത്തിൻ്റെതായ എല്ലാ ആനന്ദങ്ങളിലും ഒഴുകുമ്പോഴും ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്ന മനുഷ്യർ. ഇവിടെ ദൈവാനുഭവം നമുക്ക് ആവശ്യമാണ്, ദൈവസ്നേഹാനുഭവം നമുക്ക് ആവശ്യമാണ്. നമ്മുടെ ദാഹത്തെയും നമ്മുടെ ജീവിതത്തെയും നമ്മുടെ കുടുംബത്തെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് ശക്തമായി നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ദൈവകൃപയാൽ നിറയാൻ, സൗഖ്യമുണ്ടാകാൻ, അഭിഷേകം നിറയാൻ നമുക്കൊന്നു ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ആത്മാവം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. എല്ലാ രോഗികളിലേക്കും എല്ലാ തകർന്നവരിലേക്കും എല്ലാ അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുന്നവരിലേക്കും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി അയക്കണമേ. ദിവ്യകാരുണ്യ ഈശോയെ എല്ലാവരെയും സ്പർശിക്കണമേ, സുഖപ്പെടുത്തണമേ.
രോഗത്താൽ ഞാൻ വലഞ്ഞിടുമ്പോ സൗഖ്യമായി നീ എന്നിൽ വരണേ. രോഗത്താൽ ഞാൻ വലഞ്ഞിടുമ്പോ സൗഖ്യമായി നീ എന്നിൽ വരണേ. ആത്മാവം ദൈവമേ വരണേ. എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവം ദൈവമേ വരണേ. എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഒന്ന് ചേർന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 മഹത്വം. യേശുവേ, എല്ലാ രോഗികളിലേക്കും സൗഖ്യം അയക്കണം. കർത്താവ്, എല്ലാ തകർന്നവരിലേക്കും അനുഗ്രഹം കടന്നു വരട്ടെ, അഭിഷേകം നിറയട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടുകൾ അഴിയട്ടെ, ദൈവസ്നേഹ അനുഭവങ്ങൾ ഉണ്ടാകട്ടെ, വലിയ അഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോ മകനിലേക്കും ഓരോ മകളിലേക്കും ദൈവത്തിന്റെ ശക്തി കടന്നെല്ലട്ടെ, പരിശുദ്ധാത്മ ശക്തി കടന്നെല്ലട്ടെ, അഭിഷേക ശക്തി കടന്നെല്ലട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്നേഹമുള്ളവർ, ഒരിക്കൽ കൂടെ നമ്മുടെ കുടുംബത്തെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കാം. ഈ 2024 വർഷത്തിൽ എല്ലാ പദ്ധതികളും കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. ഈശോയുടെ അനുഗ്രഹം കുടുംബത്തിലും ജീവിതത്തിലും നിറയാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുവാൻ നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.